ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു മാമ്പഴപ്പുളിശ്ശേരിയാണ് വെക്കുന്നത്. ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണല്ലേ. അപ്പം നമുക്ക് ഒരു നല്ല മാമ്പഴപ്പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു 9 മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നാട്ടുമാമ്പഴമാണ്, അതുപോലെ തന്നെ ചെറിയ മാമ്പഴമാണ്. ഇനി എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. തിളച്ചിട്ടുണ്ട് മാമ്പഴം. നമുക്കിതൊന്ന് മൂടി വെച്ച് തീ അല്പം കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നിറയെ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ കൂമ്പ് അരവായിട്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കഴിഞ്ഞൊരു കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ജീരകവും ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ മാമ്പഴമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർക്കാം. ചില മാങ്ങയ്ക്ക് പുളി കാണും. അപ്പോഴത്തേന് ഈ സമയത്ത് നമുക്ക് കുറച്ച് ശർക്കര പാനീയം കൂടെ നമുക്ക് ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം വേണമെങ്കിൽ അതനുസരിച്ച് ചെയ്യണം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർക്കാം. ഞാൻ ശർക്കര ചേർത്തില്ല, കാരണം ഇതിന് ഒട്ടും പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്താ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി വേണം നമുക്കിതിലേക്ക് തൈര് ഒഴിക്കാണ്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട്. ഞാൻ 1 കപ്പ് തൈരാണ് ഒഴിക്കുന്നത്. ഒരുപാട് പുളിയുള്ള തൈരല്ല ഇത്. നമ്മുടെ പുളിക്കനുസരിച്ച് നമ്മൾ ചേർക്കുക. പുളി വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. തൈര് മധുരമാണ് ഇഷ്ടമെങ്കിൽ ശർക്കര ചേർത്താൽ മതി. ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്, ഒട്ടും പുളിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ തൈര് ചേർത്തത്. നമുക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ ശർക്കര ചേർക്കുക. കുറച്ച് കറിവേപ്പിലയുടെ ചേർക്കാം. ഈ പാകായ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിടണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരല്പം ഉലുവ, ഒരു 1/4 ടീസ്പൂൺ മതി, അതുകൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി അരിഞ്ഞൂടെ ചേർക്കാം. രണ്ട് 3 വറ്റൽമുളക് കൂടെ മുറിച്ചിടാം. മുളകെല്ലാം നന്നായിട്ട് ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി നല്ല കറിയാണിത്, റെഡിയായി കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.